ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബക്രീദ് ദിനാശംസകൾ. ഇന്ന് ബക്രീദ് ആയതുകൊണ്ട് തന്നെ ഞാനൊരു ചിക്കൻ ബിരിയാണി വെക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. കഴുകി വൃത്തിയാക്കി ഒരു 1.25 കിലോ ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് സവാളയാണ്. സവാള, പച്ചമുളക്, മല്ലിയില, പിന്നെ കറിവേപ്പില, തക്കാളി, വെളിച്ചെണ്ണ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി. മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ സാധാരണ ഞാൻ വറുത്താണ് ഉണ്ടാക്കുന്നത്. സാധാരണ ചിക്കൻ മസാലയൊന്നും ചേർക്കാറില്ല. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായതിനു ശേഷം കടുക് പൊട്ടിക്കാം. അപ്പോൾ സവാള, കടുകെല്ലാം പൊട്ടി സവാള ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഉള്ളി നല്ലപോലെ ഗോൾഡൻ കളറാവുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ എല്ലാം സവാള എല്ലാം ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ സിമ്മാക്കിയതിന് ശേഷം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 5 സ്പൂൺ മല്ലിപ്പൊടി ഞാൻ ഇടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 3-4 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഗരം മസാലപ്പൊടി കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് പച്ചമണം മാറുന്നത് വരെ വഴറ്റിയതിന് ശേഷം നമുക്ക് ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. അപ്പോൾ മസാലയുടെ പച്ചമണം എല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ടൊമാറ്റോയും കൂടെ ഇട്ട് കൊടുത്ത് അതുകൂടി വഴന്നതിന് ശേഷം ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. സവാള എല്ലാം തക്കാളി എല്ലാം വഴണ്ട് നല്ലപോലെ വന്നിട്ടുണ്ട്. ചിക്കൻ ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ചിക്കൻ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് ചിക്കൻ അടുപ്പിലായിട്ടുണ്ട്. അതിന് നമുക്ക് ചോറിൻ്റെ പരിപാടി നോക്കാം. അപ്പോൾ അതിൽ ഞാൻ ഈ ഒരു സ്റ്റീൽ ഗ്ലാസ്സിന് 3 ഗ്ലാസ് അരിയാണ് ഞാൻ എടുക്കുന്നത്. സാധാരണ ചെറിയ ബിരിയാണി അരി ഉണ്ടല്ലോ, അതാണ് എടുക്കുന്നത്. അത് 20 മിനിറ്റ് നമുക്കൊന്ന് വെള്ളത്തിൽ കുതിർത്തെടുക്കണം. ചോറിൻ്റെ തുടങ്ങാം. അപ്പോൾ ആദ്യം കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ നെയ്യും കൂടെ ഒഴിക്കും. രണ്ടും കൂടെ മിക്സ് ചെയ്താണ് ചെയ്യുന്നത്. നെയ്യ് ഒഴിക്കാം. അതിനോടൊപ്പം തന്നെ പട്ട, ഗ്രാമ്പു ഇട്ട് കൊടുക്കാം. പിന്നെ ഇഞ്ചി ഒന്ന് ചൂടാവട്ടെ. ചൂടാവുമ്പോൾ തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. പച്ചമുളകും സവാളയും ഇത്രയാണ് ചോറിന് വേണ്ടുന്നത്. മൂത്തതിന് ശേഷം നമുക്ക് 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നതിൽ 6 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നാരങ്ങാനീരും ഉപ്പും ചെറിയ ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് വെള്ളം തിളയ്ക്കുമ്പോൾ അരി ഇട്ട് കൊടുക്കാം. 1 വിസിൽ വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. കുക്കറിനകത്ത് സവാളയെല്ലാം വഴണ്ടതിന് ശേഷം ഞാൻ 6 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കുറച്ച് നാരങ്ങയും പിഴിഞ്ഞ് നമുക്ക് ഒഴിച്ചിട്ട് തിളയ്ക്കുമ്പോഴാണ് അരി ഇട്ട് കൊടുക്കേണ്ടത്. കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടതിന് ശേഷം മൂടി വയ്ക്കാം. തിളയ്ക്കുമ്പോൾ നമുക്ക് അരി ഇട്ട് കൊടുക്കാം.
ബിരിയാണിയുടെ ചോറ് റെഡിയായിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് സവാള ഒന്ന് വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കാഷ്യൂ നട്ട്സും മുന്തിരിയും നെയ്യിൽ വറുത്ത് കോരിയിട്ടുണ്ട്. എഗ്ഗ് എടുത്തിട്ടുണ്ട്. ചിക്കൻ കറി വെച്ചിട്ടുണ്ട്. സാധാരണ ചിക്കൻ കറിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് എല്ലാം ഒന്ന് സെറ്റ് ചെയ്യാം. സ്റ്റാർട്ട്. അപ്പോൾ ഞാൻ ഒരു സ്റ്റീലിൻ്റെ ചരുവമാണ് എടുത്തിരിക്കുന്നത് സെറ്റ് ചെയ്യാനായിട്ട്. അത് അടിയിൽ പിടിക്കും. നമുക്ക് 10 മിനിറ്റ് ആവി കയറ്റാനുണ്ട് ലാസ്റ്റ് സെറ്റ് ചെയ്തതിന് ശേഷം. അപ്പോൾ അത് അടിയിൽ പിടിക്കും എന്നുള്ളത് കൊണ്ട് ഞാനൊരു ബട്ടർ പേപ്പറിൽ നെയ്യ് പുരട്ടി അടിയിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇല വേണമെങ്കിലും വയ്ക്കാം. ഇല ഇല്ലാത്തത് കൊണ്ട് ഞാൻ പേപ്പർ എടുത്തുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി സെറ്റ് ചെയ്യാം. ആദ്യമായിട്ട് നമുക്ക് ചോറ് അടിയിൽ ഇട്ട് കൊടുക്കാം. ചോറ് കുക്കറിലാണ് ഞാൻ വച്ചത്. ഒരു ഫിസിൽ കേൾക്കുമ്പോൾ തന്നെ കറക്റ്റ് വെന്ത് വരും. അതാണ് വരിക. നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ചോറ്. ഇനി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. വീണ്ടും നമുക്ക് ചോറിട്ട് കൊടുക്കാം. ആദ്യം ഒരു സ്റ്റെപ്പ് ചിക്കൻ ഇട്ടു. രണ്ടാമത് വീണ്ടും നമ്മൾ ചോറിട്ടു. എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ലാസ്റ്റ് ഒരു 10 മിനിറ്റ് നമ്മൾ അടുപ്പിൽ വെച്ചൊന്ന് ചെറിയ തീയിൽ വെച്ചൊന്ന് ആവി കയറ്റി എടുക്കണം. ഇനി നമ്മൾ ഇപ്പോൾ ഈ സെറ്റ് നമ്മൾ ചോറിട്ടു. ഇനി നമ്മൾ പോണത് നമക്കി കൊടുക്കാം. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കുകയാണ്. ഗോൾഡൻ നെയ്യിലാണ് ഇത് വറുത്തിരിക്കുന്നത്. നല്ല ടേസ്റ്റാണ് ഇത് വറുത്തിടണം. പിന്നെ കാഷ്യൂ നട്ട്സും കൂടി ഇട്ട് കൊടുക്കണം. ഇനി നമ്മൾ ചെയ്യേണ്ടത് വീണ്ടും ചോറിട്ട് കൊടുക്കണം. ഇങ്ങനെ നമ്മൾ സ്റ്റെപ്പായിട്ട് ചെയ്ത് അതങ്ങ് അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നല്ല ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ചെയ്ത് നോക്കണം ഇതുപോലെ. ചിലരൊക്കെ ചിക്കൻ പൊരിച്ചിട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഞാൻ അങ്ങനെയൊന്നുമല്ല, സാധാരണ ചിക്കൻ കറി വയ്ക്കുന്ന പോലെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും, എല്ലാ മുസ്ലിം സഹോദരങ്ങൾക്കും ഒന്നുകൂടി ഈദ് മുബാറക് പറഞ്ഞുകൊണ്ട് ഈ റോസസ് രുചിക്കുട്ട് തൽക്കാലം അടുത്തൊരു എപ്പിസോഡ് കാണുന്നവരേക്കും ബൈ ബൈ.